ഈ ഉയർപ്പ് ദിനത്തിൽ നമുക്ക് ഒത്തിരിയേറെ ഈശോയ്ക്ക് നന്ദി പറയണം. നമുക്ക് ദൈവം തന്ന രക്ഷയാണ് ഉയർപ്പിന്റെ സംഭവം. ഈശോയുടെ ശരീരം മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ഈ ഉയർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ മാമോദിസ ജലം വീണ് സഭയിലെ അംഗമായ ഓരോ വ്യക്തിയും ഉയർപ്പിന്റെ മക്കളാണ്, ചിൽഡ്രൻ ഓഫ് റിസറക്ഷൻ. ഈശോ നമുക്ക് ആ ജീവൻ തന്നത് തൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഈ ഉയർപ്പിന്റെ കൃപ തന്നത്. ഈശോ തൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ച് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സാത്താന്റെയും ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് നമുക്ക് വീണ്ടും ജന്മം നൽകി. നമുക്കറിയാം, ഈ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അത് ഈശോ തന്നെയാണ് നമുക്ക് ജീവൻ ഉയർപ്പൊക്കെ തന്നത്. പിതാവായ ദൈവം ദൈവപുത്രനായ ഈശോ മിശിഹായി കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അധികാരം എന്ത്? അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോവുക. ഏറ്റവും വലിയ അധികാരം യോഹന്നാൻ സുവിശേഷം അത് വ്യക്തമായി പഠിക്കുന്നത്. പുത്രന്റെ അധികാരത്തെ കുറിച്ച് പറയും. ഈശോ മിശിഹായുടെ ഏറ്റവും വലിയ അധികാരം എന്താണ്? ഈശോയുടെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഫലമായ സ്വർഗപിതാവ് ഈശോ മിശിഹായ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ അധികാരത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ വചനം. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യും. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഈശോയുടെ ഏറ്റവും വലിയ കൃപയതാ, മരിച്ചവന് ജീവൻ നൽകാനുള്ള കൃപ. ഈശോ വിശ്വസിക്കുന്നവർക്കുണ്ട് ജീവനാണ്. യോഹന്നാൻ 1:12 വചനം പറയുന്നുണ്ട്, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകുന്നു. ഈശോ നമുക്ക് ജീവൻ നൽകുകയാണ്. അവിടെ അപ്പോസ്തലന്മാര് പഠിപ്പിക്കുന്നത്, അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10, 11, 12 വചനം വരുമ്പോൾ അവിടെ അപ്പോസ്തലന്മാര് പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. കാരണം ആ നാമം വിളിക്കുന്നവരിലേക്ക് ഉയർപ്പിന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ് വരികയാണ്.